ഒരു സാധാരണ അടുക്കള ഉപകരണം, അതെ, വീട്ടിലിരിക്കുന്നൊരു സാധനം ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നിന് കാരണമായതിന്റെ കഥയാണിത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ സംഭവം സത്യമാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് നൈക്കിയുടെ തുടക്കത്തെക്കുറിച്ചാണ്. അപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ഒരു ബ്രാൻഡുമായിട്ട് എന്താ ബന്ധം അല്ലേ? കേൾക്കുമ്പോൾ ഒരു ബന്ധുവില്ലെന്ന് തോന്നും. പക്ഷേ ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നൈക്കിയുടെ തലവര മാറിയ ആ ഇന്നൊവേഷൻ തുടങ്ങുന്നത്. ഇതിൻ്റെയൊക്കെ തുടക്കം ഒരു കോച്ചിന്റെ അടങ്ങാത്ത ഒരു വാശിയിൽ നിന്നാണ്. നമുക്ക് 1970കളിലേക്ക് പോകാം. അന്ന് റണ്ണേഴ്സ്, അതായത് ഓട്ടക്കാർ, ഒരു വലിയ പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കണം എന്ന് ഒരാൾക്ക് ഭയങ്കര വാശിയായി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ പ്രശ്നം? അത്ലറ്റ്സിന് വേണ്ടത് സിമ്പിൾ കാര്യങ്ങളായിരുന്നു: നല്ല പെർഫോമൻസ്, പിന്നെ പരിക്കുകൾ പറ്റാതിരിക്കുക. പക്ഷേ അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഷൂസോ ഭയങ്കര ഭാരമുള്ളതും നിലത്തൊട്ടും ഗ്രിപ്പ് കിട്ടാത്ത തരം സോളുകളുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് കൂട്ടുന്നതിന് പകരം പിന്നോട്ട് വലിക്കുന്നൊരവസ്ഥ. ഇത് അത്ലറ്റ്സിനെ ശരിക്കും നിരാശരാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കഥാനായകൻ ബിൽ ബൗർമാന്റെ വരവ്. അദ്ദേഹം വെറുമൊരു നൈക്ക് കോഫൗണ്ടർ ആയിരുന്നില്ല, അതിലുപരി തന്റെ അത്ലീറ്റ്സ് എങ്ങനെ ജയിക്കും എന്നു മാത്രം ചിന്തിക്കുന്ന ഒരു ട്രാക്ക് കോച്ചായിരുന്നു. പണമുണ്ടാക്കുന്നതിലല്ല, പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണ്. അപ്പോൾ ഈ നിരാശയും ഒരു പരിഹാരം കണ്ടെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹവുമൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ വളരെ അപ്രതീക്ഷിതമായൊരു നിമിഷത്തിൽ ഒരു ഐഡിയ മിന്നി. അതാണ് വാഫിൾ അയൺ ഐഡിയ. വർഷം 1971. ഒരു ദിവസം രാവിലെ ബൗർമാൻ വെറുതെ അടുക്കളയിലിരുന്ന് ഭാര്യ ബ്രേക്ക്ഫാസ്റ്റിന് വാഫിൾസ് ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സാധാരണമായൊരു കാഴ്ച അല്ലേ? പക്ഷെ ആ കാഴ്ചയാണ് ചരിത്രം മാറ്റാൻ പോകുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ആ വാഫിൾസ് ഉണ്ടാക്കുന്ന ഉപകരണം കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ തലയിലൊരു ബൾബ് മിന്നിയത്. ഈ വാഫിൽ അയണിന്റെ ഗ്രിഡ് പോലത്തെ പാറ്റേൺ അത് ഷൂവിന്റെ സോളിന് കൊടുത്താലോ നല്ല ഗ്രിപ്പ് കിട്ടില്ലേ, ഭാരവും കുറവായിരിക്കില്ലേ? ഒറ്റ നോട്ടത്തിൽ സിമ്പിളായി തോന്നാം, പക്ഷെ അത് ശരിക്കും ഒരു വിപ്ലവകരമായ ചിന്തയായിരുന്നു. ഐഡിയ കിട്ടിയതും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഉടൻ തന്നെ പരീക്ഷണത്തിലേക്ക് കടന്നു. പക്ഷെ വലിയ ലാബിലോ വർക്ക്ഷോപ്പിലോ ഒന്നല്ല, നേരെ സ്വന്തം അടുക്കളയിലേക്ക്. അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? വീട്ടിലിരുന്ന ആ വാഫിൽ അയൺ അങ്ങെടുത്തു. എന്നിട്ട് അതിലേക്ക് ലിക്വിഡ് റബ്ബർ അങ്ങോട്ട് ഒഴിച്ചു. പിന്നെന്തുപറ്റി? ആ ഉപകരണം കത്തി നശിച്ചുപോയി, എന്നേക്കുമായിട്ട്. പക്ഷെ അതിൽ നിന്ന് പുകഞ്ഞു പുറത്തുവന്നത് വിപ്ലവകരമായ ഒരു പ്രോട്ടോടൈപ്പായിരുന്നു. കണ്ടില്ലേ, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ എപ്പോഴും വലിയ ലാബൊന്നും വേണ്ട. അങ്ങനെയാണ് ചരിത്രപ്രസിദ്ധമായ വാഫിൾ സോൾ ഉണ്ടാവുന്നത്. കാണാനൊന്നും ഒരു ഭംഗിയുമുണ്ടായിരുന്നില്ല, പരിക്കനായിരുന്നു. പക്ഷേ അന്നുവരെ ഇറങ്ങിയ ഒരു ഷൂവിനും ഇല്ലാത്ത പ്രത്യേകതകളുണ്ടായിരുന്നു അതിന്. ഭാരം കുറവായിരുന്നു, ഗ്രിപ്പ് കിടുവായിരുന്നു, നല്ല ഫ്ലെക്സിബിളുമായിരുന്നു. അതുതന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഈ ഒരൊറ്റ സോൾ എങ്ങനെയാണ് നൈക്കി എന്ന കമ്പനിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ വിജയം വലിയ പരസ്യങ്ങൾ കൊണ്ടൊന്നുമായിരുന്നില്ല. ശരിക്കുള്ള അത്ലറ്റ്സിന് ഈ ഷൂ കൊടുത്തു. അവരുടെ പെർഫോമൻസ് കൂടി, പരിക്കുകൾ കുറഞ്ഞു. ഈ റിസൾട്ട് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞ് ഈ ഷൂവിനെക്കുറിച്ചറിഞ്ഞു. അങ്ങനെ വാഫിൾ ട്രെയിനർ എന്ന് പേരിട്ട ആ ഷൂവിന്റെ ഡിമാൻഡ് പെട്ടെന്നങ്ങ് കത്തിക്കയറി. അതിന്റെ ഇമ്പാക്റ്റ് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, 1971ലാണ് ഈ വാഫിൾ സോൾ ഉണ്ടാവുന്നത്. വെറും 3 വർഷം കഴിഞ്ഞ് 1974 ആയപ്പോഴേക്കും നൈക്കയുടെ വരുമാനം മില്യൺസ് കടന്നു. ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴോ അവർ സ്പോർട്സ് വെയർ മാർക്കറ്റിലെ രാജാക്കന്മാരായി മാറി. എന്തൊരു വളർച്ചയായിരുന്നു അത്! ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ ഒരൊറ്റ പ്രോഡക്റ്റ് നൈക്കിയെ വെറും ഒരു ഷൂ വിൽക്കുന്ന കമ്പനിയിൽ നിന്ന് സ്വന്തമായി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഡ്രിവൻ ബ്രാൻഡാക്കി മാറ്റി. അവർ വെറും സെല്ലേഴ്സ് അല്ലാതായി ഇന്നൊവേറ്റേഴ്സായി മാറി. ജസ്റ്റ് ഡു ഇറ്റ് എന്ന ആ ഫേമസ് സ്ലോഗൻ കാരണമാണ് നൈക്കി ഇത്രയും വലിയ ബ്രാൻഡായത് എന്ന് നമ്മളിൽ പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ സത്യം അതല്ല. നൈക്കി വിജയിച്ചത് ഒരു യഥാർത്ഥ പ്രശ്നത്തിന് ഒരു യഥാർത്ഥ പരിഹാരം കൊടുത്ത ഒരു പ്രൊഡക്റ്റ് ഉള്ളതുകൊണ്ടാണ്. ആ ജസ്റ്റ് ഡു ഇറ്റ് എന്നൊക്കെയുള്ള മുദ്രാവാക്യം വരുന്നത് അതിനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോ ഈ വിജയമൊന്നും വെറുതെയുണ്ടായതല്ല. അതിനു പിന്നിൽ കറക്റ്റ് ചേരുവകളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നോ? ചുറ്റുമുള്ളതിനെപ്പറ്റി അറിയാനുള്ളൊരാകാംക്ഷ, ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള അടങ്ങാത്ത ആവേശം, പരീക്ഷണങ്ങൾ നടത്താനുള്ള ധൈര്യം, പിന്നെ ആരോടും അനുവാദം ചോദിച്ചു നിൽക്കാതെ അങ്ങ് പ്രവർത്തിക്കാനുള്ളൊരു ചങ്കൂറ്റം. ഓർക്കുക, മികച്ച പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നത് വലിയ ബോർഡ് റൂമുകളിൽ നിന്നല്ല, ചിലപ്പോൾ ഇതുപോലുള്ള അടുക്കളകളിൽ നിന്നായിരിക്കും.